ഞാൻ കുറച്ച് കോളിഫ്ലവറും അതുപോലെ തന്നെ ക്യാബേജിൻ്റെയും തൈ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് നടാനുള്ളൊരു പ്ലാനുകളാണ്. ആദ്യം കുറച്ച് ചകിരി ഇട്ടു. നമ്മൾ സാധാരണ വീട്ടിൽ തേങ്ങ പൊതിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ചകിരി ഉണ്ടല്ലോ, അത് അതിൻ്റെ അടിവശത്തിട്ടു. പിന്നെ ഇട്ടത് സീമക്കൊന്ന ഇലയാണ്. സീമക്കൊന്ന ഇല നല്ല വളമാണെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് കുറച്ച് പറിച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഇടുന്നത് കുറച്ച് കരിയിലയാണ്. കരിയില ഒരു കൊട്ട വാരി കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ എൻ്റെ പഴയ നൈറ്റി എടുത്ത് കൊട്ട പോലെ ആക്കി അതിൽ വാരി എടുത്തതാണ്. അതിൽ വാരി എടുത്തിട്ടുണ്ട്. അത് കുറച്ചിട്ടു. ഇതും കുറച്ചിട്ടിട്ട് അതിലിങ്ങനെ ഇതെല്ലാം ഞാനിങ്ങനെ നിറച്ച് വെച്ചതാണ്. ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 2 കൂടിയേ ഉള്ളൂ. 10 ഇനിയൊരു 10 കൂടി നിറക്കണം. ആകെ 20 തയ്യാ കൊണ്ടുവന്നത്. 10 ക്യാബേജും 10 കോളിഫ്ലവർ ബ്ലൂ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ല സോറി, ക്യാബേജ് ബ്ലൂ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അടയ്ക്ക റബ്ബറൊക്കെ ഉണക്കാനിടുന്ന സ്ഥലമാണ്. മഴമറയില്ല, ഇതുപോലെ ഒരെണ്ണം കെട്ടിയുണ്ടാക്കി എൻ്റെ ആങ്ങളുണ്ടാക്കിയാണ്. അതിൽ ചകിരിയും കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ഉണങ്ങാനിട്ടാണ്. തേങ്ങ പൊതിച്ച് കിട്ടുന്ന ചകിരിയെല്ലാം ഇവിടെ കൊണ്ടുവെക്കും. ഇത് ഉണങ്ങുന്ന മുറയ്ക്ക് വീട്ടിലോട്ട് എടുത്തുകൊണ്ട് അടുപ്പിലിടും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിലും കൂടി നിറച്ച് അതിന് ശേഷം മണ്ണ് നിറക്കാം. അപ്പം 10 ഇന്ന് നടുന്നത്. എല്ലാം ഒന്നിച്ച് നടാൻ എനിക്ക് പറ്റില്ല. നല്ല നടുവേദനയും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറച്ചായിട്ട് ചെയ്യും. ആണ് ചെയ്യുന്നത്. ഇത് സീമക്കൊന്ന ഇല കൊണ്ടുവച്ചാണ് ഇടാൻ വേണ്ടിയിട്ട്. അത് ബാക്കിയുള്ളത് വേണ്ട. ഇത് നമ്മൾ കമ്പോസ്റ്റാണ്, പച്ചക്കറിയുടെ കമ്പോസ്റ്റ്. പച്ചക്കറി അരിഞ്ഞതിൻ്റെ മിച്ചമെല്ലാം ഇതിനകത്തിടും. ഉണ്ടാക്കിയ കമ്പോസ്റ്റ് കുറേ ഉണ്ടായിരുന്നു, കുറേ ഞാൻ ഇട്ടു. ഇതെല്ലാം ഞാനിങ്ങനെ നട്ട് പിടിപ്പിച്ച സാധനമാണ്. ഇതിൽ പയറായിരുന്നു, അത് പോയി. പിന്നെ ഇതുണ്ട് കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെ തൈ. മോശമില്ല, അത്യാവശ്യം നല്ല തൈകളാണെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ലാന്നുണ്ട്. ഞാൻ മുളകിൻ്റെ വിത്ത് പാവിയതാണ്. പാകി വെച്ചത് നമ്മൾ പാവി എന്നാണ് പറയുന്നത്. നമ്മുടെ നാടൻ ഭാഷയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പറിച്ച് നട്ടു. പിന്നെ അതിൽ കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്ന തക്കാളി തൈയും മുളക് തൈയെല്ലാം ഉണ്ടായിരുന്നു, അതും എല്ലാം നട്ടു. അതിൻ്റെ ട്രേയും കൂടി ഉണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ അങ്ങനെ നട്ടതാണ്. ഇതിപ്പോൾ നല്ല ഉഷാറായി വന്നു, നല്ല ആരോഗ്യത്തോടെ വളരുന്നുണ്ട്. ഇത് മുളക് തൈ ഇത്. പിന്നെ എനിക്ക് എന്താ പറയുക, ഇവിടെ പയറുണ്ട്. ഇത് വലിയ പയറാണ്, കാരണം ഒരു നീല കളറിൽ വലിയ നല്ല വണ്ണം വെക്കും, പക്ഷേ നീളം വെക്കില്ല. അങ്ങനെ ഒരു പയറാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എൻ്റെ ഒരു സുഹൃത്ത് തന്നാണ്. ഇതിൻ്റെ അങ്ങനെ നട്ട തക്കാളിയാണ്. തക്കാളി നല്ലപോലെ പിടിച്ചു 2, 3 ഉണ്ട് ഓരോ കുലക്കകത്ത്. പഴുത്ത് തുടങ്ങി തക്കാളി. ഉണ്ടോ, പഴുത്ത് തുടങ്ങി. ഇതിൽ 4 ഉണ്ട്. അങ്ങനെ മൊത്തം പിടിച്ചു വരുന്നുണ്ട്. ഉണ്ടോ, അല്ലാണ്ട് തക്കാളി ഇങ്ങനെ പിടിച്ചു വരുന്നതാണ്. ഉണ്ടോ, ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്, നന്നായിട്ട് പിടിക്കുന്നുണ്ട് തക്കാളി. പിന്നെ ഇത് മുറിഞ്ഞു പോയൊരു, അതായത് ചുവട് എന്തോ ഉറുമ്പോ മറ്റോ തിന്നിട്ട് നശിച്ചു പോയൊരു തക്കാളിയായിരുന്നു. അതിൻ്റെ തല ഭാഗം, അതായത് അതിൻ്റെ തിരിഭാഗം ഉണ്ടായിരുന്നു കുറച്ച് ബാക്കി. അത് ഞാൻ കട്ട് ചെയ്ത് നട്ടു. അത് നല്ലപോലെ വന്നു. പിന്നെ ഇതെൻ്റെ വഴുതന നല്ലപോലെ പൂവെല്ലാം വരുന്നുണ്ട്. പൂവും മൊട്ടുമായിട്ട് നല്ലപോലെ വരുന്നുണ്ട്. എന്നാൽ വലിയ എന്ന് പറയാനില്ല, എന്നാൽ അത്യാവശ്യം ഞാൻ വേറെ വലിയ രാസവളമൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ മുളക്, ഇത് കൃഷിഭവനിൽ നിന്ന് തന്ന മുളകാണ്. ഇത് ഹൈബ്രിഡിൻ്റെയാണ് ഇത്. പിന്നെ ഇതിൽ ഞാൻ ഉണ്ടാക്കിയ മുളക് തയ്യാണ് ഇതിൽ കിടക്കുന്നത്. തക്കാളി കൃഷിഭവൻ്റെയാണ്, ഇതും അതെ.
ഇത് ഞാൻ ഉണ്ടാക്കിയ മുളക് തൈ. ഇത് ഹൈബ്രിഡ് കൃഷിഭവൻ്റെ. ഇത് ഹൈബ്രിഡ്. ഇതിൽ ഹൈബ്രിഡും ഉണ്ട്, ഒരെണ്ണം കൃഷിഭവൻ്റെ തൈയും ഉണ്ട്. ഇതിപ്പോൾ വഴുതന ഏതാണെന്നൊന്നും അറിയില്ല. കൃഷിഭവന് കിട്ടി കൊണ്ട് നട്ടു. ആദ്യം ഞാൻ 10 തൈ കിട്ടിയ, എന്നാൽ 6 പിന്നെ പറിച്ച് നട്ട് മണ്ണിലാണ് നട്ടത്. പക്ഷെ ഒക്കെ നശിച്ചു പോയി. ഇതെൻ്റെ തഴുതാമ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. അത് ഞാൻ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ചെടികൾ, മറ്റേ എന്താ പറയുക, കിലുക്കിച്ചെടി അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ചെടി എന്ന് പറയുന്നത് അതുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് റോസയുണ്ട്. ഇതെല്ലാം പണ്ട് നട്ട് കിളുത്ത് എല്ലാം പോയതാണ്. ഇപ്പം വീണ്ടും ഞാനതിന് കുറച്ച് വളമെല്ലാം ചേർത്ത് ഉഷാറാക്കി വിട്ടത്. ആദ്യം നട്ട എൻ്റെ മുളകാണ്. മുളകിൽ അത്യാവശ്യം പിടിച്ച് കുറച്ചെണ്ണം പറിച്ചു. മുളക് ഞാനിതൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഒന്നും സമയമില്ല. പക്ഷേ എൻ്റെ വെണ്ടയൊക്കെ പറിച്ച് തീർന്നു. ഇത് കൃഷിഭവന് കിട്ടിയ വെണ്ടയാണ്. പിന്നെ അതുപോലെ ചെണ്ടുമല്ലി ആദ്യം പറിച്ചു, അതൊക്കെ പോയി എന്ന് പറയാം. പിന്നീട് അതിൽ ട്രെയിൽ ഒഴിഞ്ഞു പോയത് വീണ്ടും ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇത് നമ്മളെ എന്താ പറയുക, നമ്മളിവിടെ പറയുന്ന മറാഠി പുളി എന്ന് പറയും. അതുകൊണ്ട് അതിൻ്റെ നാമൊന്നും അറിയില്ല. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മരുന്നാണെന്ന് കേട്ടു. പിന്നെ അതുപോലെ നമുക്ക് കറിക്കെല്ലാം ഉപയോഗിക്കും, ഭക്ഷണ സാധനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ഈ അടുത്തൊരു വീഡിയോയിൽ കണ്ടു, ആഫ്രിക്കൻ രാജ്യത്തുള്ള ഇത് ജ്യൂസായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഇതൊഴിച്ച് മധുരവും ചേർത്ത് ജ്യൂസ് രൂപത്തിൽ കഴിക്കുന്നുണ്ട്. പിന്നെ തുളസി ഉണ്ട്. ഇവിടുന്ന് തുളസി നട്ട് പിടിപ്പിച്ചു. ഇവിടെ തുളസിയൊന്നും ആവുന്നില്ല, ഇവിടുന്നോ കൊണ്ടുവന്ന് നട്ടതാണ്. പിന്നെ അതുപോലെ ഇവിടെയും പയർ തൈ നട്ടിട്ടുണ്ട്. ഇന്നൊരു കൃഷിഭവൻ്റെ പയറിൻ്റെ തൈയാണ്. പക്ഷെ ഒരു എന്താ പറയണ്ടേ, ഒരു ജീവനില്ലാത്ത പോലെ. ഇതും കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഒരു പ്രാവശ്യം ഇത് നന്നായി, ആദ്യം തീരെ മോശമായിരുന്നു. പിന്നീട് ഞാനതിന് കുറച്ച് 18 ഇട്ട് കൊടുത്ത് കുറച്ച് ഉഷാറായി വന്നപ്പോൾ മരത്തിൻ്റെ കമ്പ് വെട്ടിയുണ്ട, മൊത്തം മരമാണ് ഇവിടെയെല്ലാം. ഇതെല്ലാം കമ്പ് വെട്ടി ഇതിലേക്ക് വീണിട്ട് മൊത്തം പോയി. അതിന് ശേഷം കിളുത്ത് വന്നിട്ട് ഇപ്പം പിടിച്ചു തുടങ്ങി. 1-2 തവണ പറിച്ചു. അതിന് ശേഷം പിടിക്കുന്നതാണ്. ഇതെൻ്റെ നീലയമരിയാണ്. നീലയമരി 2 തൈ. ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ട് തന്നു. പിന്നെ മേലെ ഒരു ഏട്ടനുണ്ട്. ആ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഒരു തൈ ആ ഏട്ടനുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് നല്ല അങ്ങേറ്റ് വന്നു. ഒരു തവണ ഞാനിതിൻ്റെ കഷ്ണമൊക്കെ വെട്ടി എടുത്തു. പിന്നെ ഇതെൻ്റെ ഒട്ടുമാവാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യം, ഇതിങ്ങനെ കിളുത്ത് വരുന്ന പോലെ ഇങ്ങനെ കരിഞ്ഞു പോകും. എന്താ ചെയ്യേണ്ടതെന്നറിയാം. എന്തോ കീടത്തിൻ്റെ ആക്രമണമാണ്. ഇതിപ്പോൾ ആരോടെങ്കിലും ചോദിക്കണം. ഇത് കിളുത്ത് വരും, പിന്നെയും പോകും. വീണ്ടും കിളുത്ത് വരുന്നുണ്ട്, ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതെങ്ങനെയൊന്ന് ആരോഗ്യത്തോടെ ഉണ്ടാക്കി എടുക്കുമെന്നറിയില്ല. നിങ്ങളാർക്കും അറിയുമെങ്കിൽ ഇതൊന്ന് പറഞ്ഞു തരണം, ഇതിനെന്താ പ്രതിവിധിയെന്ന്. ഇങ്ങനെ കരിഞ്ഞു പോകുന്നതാണ്. അതുപോലെ എൻ്റെ ഒരു റംബൂട്ടാനുണ്ട്. റംബൂട്ടാൻ ഇങ്ങനെ കുറച്ച് ആരോഗ്യമൊന്നുമില്ല, എന്നാലും ഇപ്പോൾ ഞാൻ എൻ്റെ തലഭാഗമെല്ലാം കണ്ടിച്ചെടുത്തിട്ട് കുറച്ച് വളമെല്ലാം ചേർത്താണ്. അപ്പോൾ കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ചേമ്പെല്ലാം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, കണ്ടില്ലേ അവിടെയൊക്കെ ചേമ്പ് ഉണ്ട്. കുറച്ച് കോഴിയുണ്ട്. ഇത് കോഴിയെല്ലാം അമ്മയുടേതാണ്. അമ്മക്ക് കോഴിയൊക്കെ പണ്ട് മുതലേ കോഴിയുണ്ട്. കോഴിയില്ലാതെ അമ്മയ്ക്ക് പറ്റില്ല. കോഴീനെ കൊന്ന് കറി വെക്കുകയൊന്നുമില്ല, അപൂർവമായിട്ട് ആരെങ്കിലും വന്നാൽ മാത്രം, അത്രയും അത്യാവശ്യമായിട്ട്. അല്ലാത്തപ്പോൾ പുറത്തുനിന്ന് തന്നെ വാങ്ങുക. പിന്നെ മുട്ട നമ്മൾ ഉപയോഗിക്കും. മുട്ട കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് മുട്ട ഉപയോഗിക്കാമല്ലോ. ഇത് നമ്മൾ പൈപ്പ് ഞാൻ താഴെ നിന്ന് ഇട്ടാൽ, നമ്മളൊരു അങ്ങ് മേലെ ആ കാണുന്ന കുന്നിൻ ചെരുവിൽ നിന്ന്, ഞങ്ങളിവിടെ കുന്നുണ്ട്, ആ കുഞ്ചെരുവിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഒരു 200 മീറ്ററിലധികം ഉണ്ട്. അവിടെ നിന്ന് പൈപ്പിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് ഇവിടം വരെ കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ ആ പാത്രത്തിൽ ഇങ്ങനെ ആക്കി അതിൽ നിന്ന് കുറച്ചായിട്ട് അത്യാവശ്യം ഇതിലെടുത്ത് ഉപയോഗിക്കും. അങ്ങനെയാണ് കാര്യം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്, ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കൃഷിയോട് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ കൃഷി ചെയ്യാനുള്ളൊരു സമയമോ അതുപോലെ തന്നെ മണ്ണും അത്ര നല്ലതല്ല എൻ്റെ ഇവിടെ.
അതുകൊണ്ട് കൃഷി ചെയ്യാൻ വേണ്ടത്ര കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ സമയക്കുറവുണ്ട്, എൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ആ സമയം കുറവിൻ്റെ കാര്യം കുറച്ചൊക്കെ പരിഹരിക്കപ്പെടും. എന്നാലും എന്തെങ്കിലുമൊക്കെ വേറെ തൊഴിൽ ചെയ്യണം. വേറെ കാര്യമായ വരുമാനമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കൂടെ അത്യാവശ്യം സമയം കിട്ടുമ്പോഴൊക്കെ പച്ചക്കറി അങ്ങനെ ചെയ്ത് ഒരു സന്തോഷം. പിന്നെ അതുമാത്രമല്ല താല്പര്യമാണ് ഇതിനോട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വളവും പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഉണ്ട്, അതൊക്കെ ഇട്ട് മണ്ണിവിടെ കുഴച്ച് കൂട്ടി അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതാ മൂടി വെച്ചിട്ടുണ്ട്. തുറന്ന് അതിൽ നിന്ന് മണ്ണും ഒക്കെ മിക്സായി ചേർക്കണം. ഇതിൽ വേപ്പിൻ പിണ്ണാക്ക് വളം വേറെ ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്. അപ്പുറത്തെ ആ ഷീറ്റിൽ കുറച്ച് വളം കൂടി ഉണ്ട്. ഞാൻ മിക്സാക്കിയിട്ട മണ്ണാണ്. ഇതിൽ നിന്ന് ഈ മണ്ണും എടുത്ത് അതിലിട്ട് നട്ട് തുടങ്ങണം. അപ്പോൾ ഒക്കെ ഞാൻ നടട്ടെ. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും അഭിപ്രായം പറയണം. എങ്ങനെയുണ്ട് വീഡിയോ? എനിക്കറിയില്ല, വീഡിയോ ക്വാളിറ്റി ഒന്നും കാണില്ല, കാരണം എൻ്റെ കുഞ്ഞ് ഫോണിലെടുക്കുന്ന വീഡിയോ ആണ്. വലിയ ക്വാളിറ്റി ഒന്നും കാണില്ല. പിന്നെ എനിക്ക് എല്ലാവരും എന്താ പറയുക, കൃഷിയൊക്കെ ചെയ്ത് കാണുമ്പോൾ എനിക്ക് ചെയ്യണമെന്നും എല്ലാവരെയും ഇതൊക്കെ കാണിക്കണം. ഞാൻ ആദ്യം മുതൽ ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും വിളവെടുത്താലല്ലോ എല്ലാവരെയും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിക്കാറുണ്ട്. വാട്സപ്പിലൊക്കെ ഫോട്ടോ ഇട്ട് കാണിക്കും, സ്റ്റാറ്റസ് ഇടും. അതൊക്കെ ഒരു രസമാണ്, സന്തോഷമാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഗ്രോ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനിയുണ്ട് ഗ്രോ ബാഗ്, കുറേയേറെ ഉണ്ട് ഗ്രോ ബാഗ് വാങ്ങിയിട്ട്. ഇതൊരു പാക്കറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ ഇത് വലിയ ഒരെണ്ണം, രണ്ടെണ്ണം കുറച്ചും കൂടി വലുത് വാങ്ങി. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഞാൻ മുന്നേന്ന് വാങ്ങിയതാണ്. ഇതെല്ലാം എൻ്റെ പച്ചക്കറി സാധന സാമഗ്രികളാണ്. ഇതിനകത്ത് എന്താ പറയണ്ടേ, വേപ്പിൻ പിണ്ണാക്കുണ്ട്, കുറച്ച് 18 കണക്കുണ്ട്. അതൊക്കെ ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയുക. വീണ്ടും കാണാം. ഓക്കേ.